ചേപ്പൻ വറവ് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. ചെറിയ ഉള്ളി, തേങ്ങ കൊത്ത്, മുളക്, വറ്റൽമുളക് കേട്ടോ, ഉണക്കമുളക് ഇട്ടിടുന്ന ഒരു വെളുത്തുള്ളീൻ്റെ കഷ്ണം, ഒരു ഇഞ്ചി കഷ്ണം, ഇതൊക്കെ പാടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ചേപ്പൻ വറവിലൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പൊടികൾ കുറേശ്ശെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, മറ്റത് ഇതൊന്നും ഇടാതെ കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ സാധാരണ. അപ്പം ഇന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ചിക്കൻ മസാല കുറച്ച് കേട്ടോ, ഒക്കെ കുറച്ച് ലേശം ഗരം മസാലപ്പൊടി കുറച്ച് തന്നെ. ഇതൊക്കെ പാടിട്ടിട്ടാണ് ഇന്ന് ഞാൻ ചേപ്പ വറവ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാട്ടോ, അത് അതിൻ്റെ കട്ടയൊന്നും പോയിട്ടില്ല. കുറേ നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട്, മഴ കാരണം തണുപ്പ് കൊണ്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് നല്ലോണം അടച്ച് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരട്ടെ. ചേപ്പൻ വറവ് വേണ്ടോ, അടിപൊളി. ഇനി വേണമെങ്കിൽ അത് രണ്ട് നുള്ളു കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ടുണ്ടല്ലോ, പറയാല്ല. പക്ഷെ അത് ഉണക്കമുളകിൻ്റെ എരിവുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാനാവുകൊണ്ട് എരിവ് ഇത്ര മതിയെന്ന് വെച്ചു. അല്ലെങ്കിൽ ഒരു നുള്ളു കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഒരു ടേസ്റ്റിന് അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. അടിപൊളി 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 അടിപൊളി, ഇത്ര ടേസ്റ്റാണ് ചേപ്പൻ വറവ്.